നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ദേശമംഗലത്താണുള്ളത്. ഇവിടെ ഒരു ഡാമുണ്ട്, അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഒലിച്ചി ഡാം എന്ന് പറയുന്നത്. ഇവിടെ ഈ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ പടവുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊരു കുളിക്കടവാണ് എന്ന് തോന്നുന്നു. ചുറ്റും പച്ചപ്പും രണ്ട് സൈഡിലും റോഡ് സൈഡുള്ള ഒരു കൊച്ചു ഡാം. ഡാമിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഇവിടെ ഈ ഡാമിൻ്റെ സൈഡിൽ തന്നെ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കൊച്ചു ഡാമും അതിന് ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതിയുടെ കാഴ്ചകളും വളരെ മനോഹരമാണ്. ഇതിൻ്റെ ചുറ്റും നടന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഷട്ടറുകളില്ല. വളരെ പഴയ കാലത്ത് പണിതിട്ടുള്ള ഒരു ചെറിയ ഒരു ഡാമാണ്. ഈ ഡാമിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ള ഒരു കൊച്ചു ഡാമാണ് എന്നാണ്. ഇത് കൃഷി ആവശ്യത്തിനും ജലസേചനത്തിനും വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു കുഞ്ഞ് ഡാമാണ്. ഈ കൊച്ചു ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഷട്ടറുകളില്ല. ഇതിന് നടുക്കൊരു വാൾവാണ്. ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ പുറത്തേക്ക് വെള്ളം പോയിരുന്നത്. കാലക്രമേണ ഇത് പഴകുകയും കേടുവരികയും ചെയ്തു. കാലക്രമേണ ഡാമിന് വളരെയധികം പരിക്കുകൾ പറ്റുകയും അതിന് ചോർച്ച സംഭവിക്കുകയും ചെയ്തു. പല പ്രാവശ്യം പല വട്ടം പല രീതിയിൽ ഇതിൻ്റെ ചോർച്ച നീക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം സിമെൻ്റൊക്കെ തേച്ച് സുന്ദരക്കുട്ടപ്പനാക്കി പുതിയൊരു ഡാം പോലെയാക്കിയത്. ഈ ചെറിയ കനാൽ കണ്ടില്ലേ, ഈ പാടശേഖരത്ത് വരുന്ന വെള്ളം ഈ ചെറിയ കനാലിലൂടെ ഒഴുകി വന്നിട്ടാണ് നമ്മുടെ ഈ കൊച്ചു ഡാമിൽ വെള്ളം നിറഞ്ഞ് ശേഖരിച്ച് വെക്കണത്. നമ്മുടെ ഈ ചെറിയ കനാലിലൂടെ അതിൻ്റെ മുകളിലൂടെ ടാർട്ട് റോഡുണ്ട്. ആ സൈഡിലൂടെ ഞാൻ നടന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലൂടെയാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഡാമും അതിനോട് ചേർന്ന കാഴ്ചകളും മനോഹരമാണ്. ഇവിടെ വേണമെങ്കിൽ പെഡൽ ബോട്ടിംഗ് ഒക്കെ ആരംഭിക്കാവുന്നതാണ്. മഴക്കാലം ആയതിനാൽ തന്നെ ഡാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഡാമിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഒഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴിയുണ്ട്. പക്ഷേ വളരെയധികം വഴുക്കൽ ഉള്ള ഒരു വഴിയാണ്. വളരെയധികം ദുർഘടം പിടിച്ചൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ അതുവഴി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതുവഴി ഇറങ്ങാൻ നമുക്കൊരു പേടി പോലെ തോന്നി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം നല്ല ശക്തിയിൽ പതഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. മഴക്കാലത്തിൻ്റെ ആ ശക്തിയും ആ രൗദ്രഭാവവും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിലും അതിൻ്റെ ഹുങ്കാര ശബ്ദത്തിലും കേൾക്കാനും കാണാനായിട്ട് സാധിക്കും. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഡാമാണ്. പൂർണ്ണമായിട്ടും കൃഷി ആവശ്യത്തിന് ജലം നൽകുന്നതിന് വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു കുഞ്ഞ് ഡാമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് മതിലും വേലികളൊക്കെ കെട്ടി സംരക്ഷിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സൈഡിൽ കൂടിയും ഇറങ്ങാനായിട്ട് വളരെയധികം പ്രയാസമാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് 1-2 വീടുകളുണ്ട്. ആ വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ വീട്ടുകാരുടെയും അതുപോലെ ഈ പ്രദേശത്തുള്ള നിവാസികളുടെയും സമ്മതം അനുവാദമൊക്കെ വേണം. അപ്പോൾ നമ്മളതിനൊന്നും പരിശ്രമിച്ചില്ല. നമ്മൾ ഇവിടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോഴും മനോഹരമായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡാമിൻ്റെ 2 സൈഡിലും റോഡാണ്. ഈ കുഞ്ഞു ഡാമും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഉള്ളത്. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. പാർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പ്രകൃതിയിലുള്ള ചില കാഴ്ചകളൊക്കെ ഇതുപോലെ ചെറുതായിരിക്കും, പക്ഷേ വളരെയധികം മനോഹരമായിരിക്കും. ഇതൊരു കൊച്ചു ഡാമാണെങ്കിലും ഈ ഡാമിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ജൈവ ആവാസ വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള മരങ്ങളിൽ പക്ഷികളും കിളികളും കുഞ്ഞു കിളിക്കൂടുകളും അതുപോലെ ഈ ജലാശയത്തിലെ മീനുകളും ചെറിയ ഷഡ്പദങ്ങളും സസ്യങ്ങളും അതുപോലെ തന്നെ മത്സ്യസമ്പത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മഴക്കാലമായിട്ടുള്ള ജൂലൈ അതുപോലെ ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുക. മൺസൂണ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മഴ ശക്തമായി കഴിഞ്ഞാലാണ്
നമുക്ക് ഈ ഡാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുക. ഈ ജലം നിറഞ്ഞ് കഴിഞ്ഞിട്ട് താഴെ വീടുകളും അതുപോലെ പറമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലൂടെ അങ്ങോട്ട് ഒഴുകി പോവാണ്. ഇതിൻ്റെ വെള്ളം ഒഴുകിയിട്ട് താഴേക്ക് പോണ ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് കാണുന്ന വിഷ്വലുണ്ടല്ലോ, അടിപൊളി ഗംഭീരമാണ്. നമ്മൾ അവിടെ ഇറങ്ങാനൊന്നും ശ്രമിച്ചില്ല, കാരണം ഇവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടുകാരെ ആയിട്ട് സംസാരിച്ച് ചിലപ്പോൾ അവർ ഇറങ്ങാനുള്ള പെർമിഷനൊക്കെ തരുമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.